ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുക്കീസാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ഹോം മെയ്ഡ് കുക്കീസ് എങ്ങനെ തയ്യാറാക്കാൻ പറ്റുന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂട്ടത്തിൽ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു ബൗളെടുക്കണം. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയല്ല, അത് റിഫൈൻഡ് ഓയിലാണ്. 1/2 കപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. പൊടിക്കാത്തതല്ല, പൊടിച്ച പഞ്ചസാര 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ശേഷം ഒരു 1/4 സ്പൂൺ വെനില എസൻസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൽ ലംസൊക്കെ ഒന്ന് മാറുന്നത് വരേക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. കാണുമ്പോൾ മനസ്സിലാവും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യണം. ഞാൻ ആദ്യം ഇവിടെ 1 കപ്പ് മാവാണ് ഇട്ടത്. പക്ഷെ അത് പോരാ, ഒരു 3 കപ്പെങ്കിലും മാവ് ഞാനിവിടെ കാരണം നമ്മൾ ഷുഗറൊക്കെ ഇട്ടതുകൊണ്ട് ആ മുട്ടയിലൊക്കെ ഇരുന്നിട്ട് ഷുഗറും കൂടി ഒന്ന് മെൽറ്റായ സമയത്ത് ഒന്നും കൂടി ഒന്ന് ലൂസായി മാവ്. അതുകൊണ്ട് നമുക്ക് വീണ്ടും മാവ് ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കേണ്ടതാണ്. അപ്പം അതുവരേക്കും നമുക്ക് മാവ് ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഞാനിവിടെ 3 കപ്പ് മാവും ഇട്ടിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇതാ ചപ്പാത്തിൻ്റെയൊക്കെ മാവിൻ്റെ അതുപോലത്തെ കൺസിസ്റ്റൻസിയിൽ മാവായി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ നല്ലപോലെ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നല്ല കുഴച്ച് ഇതുപോലെ എടുക്കണം. കുക്കീസ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 3 കളറിലായിട്ടാണ്. 3 കളറിലായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മാവ് 3 ഡിവൈഡ് ചെയ്ത് ചെയ്യേണ്ടതുണ്ട്. അത് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് കത്തി കൊണ്ട് 3 ഭാഗമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഒരു ഭാഗം എടുത്തിട്ട് മറ്റു 2 ഭാഗം ഒന്ന് മാറ്റി വെക്കണം. നമ്മൾ നേരത്തെ എടുത്ത ഒരു ഭാഗം ഒരു ബൗളിലേക്ക് വീണ്ടും വെക്കണം. അതിനുശേഷം ഒരു 1.5 സ്പൂൺ കൊക്കോ പൗഡർ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അതിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല ഹാർഡായിട്ട് മാവ് തോന്നുന്നെങ്കിൽ 1 സ്പൂൺ മിൽക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ 1 സ്പൂൺ വെള്ളം ഒഴിക്കാം. ഷുഗറും കൂടെ ഇടുമ്പോഴത്തേക്കും ഒത്തിരി ഹാർഡാവും. ഇതിപ്പം ഞാൻ ആ ഒരു പരുവത്തിന് എടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളവും മിൽക്കൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുഴയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മിൽക്കോ വെള്ളമോ ചേർക്കാം. അതിനുശേഷം ഞാനിവിടെ അടുത്ത പോർഷൻ എടുത്ത് ഒരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓറഞ്ച് റെഡ് കളർ പൗഡറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിക്വിഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, എഡിബിൾ ഫുഡ് കളർ കിട്ടും. ഇപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ കളറായിട്ടാണ് വരുന്നത്. ഇനി അടുത്ത പോർഷൻ നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ 3 കളറിൽ ഡോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചേക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡോ ഒന്ന് പരത്തണം. അതിനായിട്ട് ആദ്യം നമുക്ക് ആ ബോർഡിലോട്ടൊരു ബട്ടർ പേപ്പർ വിരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഏതാണോ എടുക്കേണ്ടത് ആ കളർ എടുത്തിട്ട്
ഈ കാണുന്ന പോലെ ചപ്പാത്തിയുടെ സ്റ്റിക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒത്തിരി പ്രഷർ കൊടുത്ത് പരത്തിയാലും സാരമില്ല, അത് ഒട്ടിപ്പിടിക്കാൻ പോകുന്നില്ല, കാരണം ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട്. ഇനി നമുക്ക് പരത്തിയ ഭാഗം ഒന്ന് അടിയിലാക്കിയിട്ട് ആ അടിയിലെ ഭാഗം ഒന്ന് മുകളിലേക്ക് വരുന്ന വിധത്തിലൊന്ന് ആക്കി വെക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് അടിയിലത്തെ ഭാഗം നിന്ന് കിട്ടും. ഇനി നമുക്ക് വീട്ടിലൊരു കുഞ്ഞി കിണ്ണോ പാത്രം എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു ഷേപ്പിന് ഇതുപോലെ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബാക്കി വരുന്ന മാവ് കളയരുത് കേട്ടോ. അത് നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് വീണ്ടും പരത്തി ഇതുപോലത്തെ കുഞ്ഞു ഷേപ്പുകളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വീണ്ടും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു കളറിലെ ഡോ നമ്മളെല്ലാം പരത്തി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്ത കളറിലെ ഡോവും നമുക്കിതുപോലെ തന്നെ നന്നായിട്ട് പരത്തി കട്ട് ചെയ്ത് മാറ്റാം. മാവ് ഇങ്ങനെ പരത്തുന്ന സമയത്ത് കുറച്ച് പെർഫെക്ഷൻ ടോപ്പിൽ കുറവാണെങ്കിലും അത് ഇതുപോലെ ഒന്ന് മറിച്ചിടുന്ന സമയത്ത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് നേരത്തെ ചെയ്ത മാതിരി നല്ല പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന മാവും ഇതേപോലെ തന്നെ സെയിം പ്രോസസ്സിൽ കട്ട് ചെയ്തെടുക്കാം. അടുത്ത കളറിലെ മാവും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പരത്തി കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കുക്കീസിൻ്റെ മാവൊക്കെ പരത്തി കട്ട് ചെയ്ത് മാറ്റി ബിസ്ക്കറ്റിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എടുത്ത കളറിന് പകരം നിങ്ങൾക്ക് വേറെ കളർ ഏതെങ്കിലും കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ബേക്ക് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ പരത്തുന്ന സമയത്ത് എടുത്ത അതേ ബട്ടർ പേപ്പർ ഇവിടെയും വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ ബേക്കിംഗ് ട്രേയിൽ ഓരോ ബിസ്ക്കറ്റിൻ്റെ ഡോ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്യണം. കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം അറേഞ്ച് ചെയ്യാനായിട്ട്, കാരണം അത് ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എപ്പോഴത്തെയും പോലെ നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഓവനൊന്ന് ഓണാക്കി ഇട്ടേക്കണം. അതായത് ഫ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം വേണം നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കേണ്ടത്. 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് ഇത് ബേക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കുക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് റെഡി ആയെന്ന് നോക്കാനായിട്ട് അതിൻ്റെ മധ്യഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വളരെ ലൈറ്റായിട്ട് അതൊന്ന് താഴും. അത് ചൂടായതുകൊണ്ടാണ്. ചൂട് തണുക്കുമ്പോഴത്തേക്കും അത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ബിസ്ക്കറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. ഇനി നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അത് കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഒരു ഹാപ്പിയാണ്, ഉണ്ടാക്കി കൊടുക്കുന്നത് നമുക്കും ഒരു ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബർ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി അല്ലെങ്കിൽ പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ.